കേരളത്തിൽ നിന്ന് മോദി സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അതാരും വിശ്വസിക്കാൻ വേണ്ടി പോകുന്നില്ല. ഞാൻ കോഴിക്കോട് നിന്നാണ് സംസാരിക്കുന്നത്. കോഴിക്കോട് MK രാഘവൻ MP പൗരസ്വീകരണം ഒരുക്കുകയാണ് അടുത്ത ദിവസം, അല്ലേ? ചിരിക്കാതെ വയ്യ. MK രാഘവൻ പറയുന്നത് കോഴിക്കോട്ട് ദേശീയപാത വികസനം നടത്തുന്നത്, കോഴിക്കോട്ടെ റെയിൽവേ സ്റ്റേഷൻ വികസിപ്പിക്കുന്നത് അതൊക്കെ എൻ്റെ സ്വന്തം കഴിവാണ്. അപ്പോൾ രാജ്യത്തുടനീളം നടക്കുന്ന ഈ വികസന പ്രവർത്തനങ്ങൾ ഈ കോഴിക്കോട്ടുകാർ കാണുന്നില്ലേ? ABSS പദ്ധതി പ്രകാരം അമൃത് ഭാരത് സ്കീമിൽ സദേൺ റെയിൽവേയിൽ മാത്രം 90 റെയിൽവേ സ്റ്റേഷൻ നവീകരിക്കുകയാണ് നരേന്ദ്രമോദി വന്നതിന് ശേഷം. അതിൽ 30 കേരളത്തിലാണ്. കോഴിക്കോട് ജില്ലയിൽ വടകരയുണ്ട്, കൊയിലാണ്ടിയുണ്ട്. കോഴിക്കോട് വേറെ ഇതേ ഇതിൽ തന്നെ കേരളത്തിലെ 8 സ്റ്റേഷൻ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക്, അതായത് വിമാനത്താവളത്തിൻ്റെ ഒക്കെ രീതിയിൽ അത്രയും വലിയ വികസനം നടക്കുകയാണ്. കേരളത്തിൽ 8 സ്റ്റേഷൻ. MK രാഘവൻ ഭൂതക്കണ്ണാടി വെച്ച് കണ്ടുപിടിച്ച വികസനമൊന്നുമല്ല ഇത്. എന്നിട്ട് ഒരു നാണം ഇല്ലാതെ പറയാണ്, മോദി സർക്കാരിനെതിരായിട്ട് പ്രസംഗിക്കുക. എന്നിട്ട് റെയിൽവേ വികസനം എൻ്റെതാ. ഞാൻ ചോദിക്കട്ടെ, 15 വർഷമായില്ലേ MK രാഘവൻ MP ആയിട്ട്? ആയില്ലേ? ശരി, മോദി വരുന്നതിന് മുമ്പേ ഈ കോഴിക്കോട്ടേക്ക് MK രാഘവൻ അദ്ദേഹത്തിൻ്റെ സ്വന്തം പാർട്ടി കേന്ദ്രം ഭരിച്ചപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള 1000 രൂപയുടെ ഒരു പദ്ധതി വിശദീകരിച്ചിട്ട് ബാക്കി കാര്യം പറയാം. ഞാൻ വെല്ലുവിളിക്കുക. മോദി ഭരണത്തിലല്ലാതെ അതിനു മുമ്പേ UPA ഭരിക്കുമ്പോൾ, കോൺഗ്രസ് ഭരിക്കുമ്പോൾ കോഴിക്കോട്ടേക്ക് കൊണ്ടുവന്ന പദ്ധതി ഒന്ന് പറയും. ഇപ്പം രാജ്യത്തുടനീളം പ്രാദേശിക ഭേദമന്യേ, രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ സ്ഥലത്തും മോദിയുടെ വികസനം എത്തുകയാണ്. രാജ്യത്തെ ഒന്നായി കണ്ടുകൊണ്ടുള്ള വികസന പദ്ധതികളാണ്. ഇവിടെ കോഴിക്കോട്ടേക്ക് ട്രെയിനുകൾ നീട്ടിയപ്പോൾ നീട്ടാൻ വേണ്ടി ഞങ്ങൾ പരിശ്രമിക്കുകയാണ്, നീട്ടുമെന്ന് ഉറപ്പ് കിട്ടിയിട്ടുണ്ടെന്നൊക്കെ ഇവിടെ നമ്മളോട് പത്രസമ്മേളനം വിളിച്ചിട്ട് നേരത്തെ പാസഞ്ചേഴ്സ് കമ്മിറ്റി ചെയർമാനായിരുന്ന PK കൃഷ്ണദാസ് നമ്മളോട് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. ഓർഡർ കിട്ടിയാൽ ആദ്യം ആ ഓർഡർ കൊണ്ട് പ്രത്യക്ഷപ്പെടുന്നത് MK രാഘവനാണ്. എട്ടുകാലി മമ്മൂജിൻ്റെ സ്വഭാവം പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കുക. ഇപ്പോൾ എന്തായിരുന്നു UPA സർക്കാരിൻ്റെ കാലത്ത് ഇവർ ചെയ്തുകൊണ്ടിരുന്നത്? അതുകൊണ്ട് കേന്ദ്ര സർക്കാർ കേരളത്തിലായി ചെയ്തിട്ടുള്ള കേരളത്തിലെ ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിനും പൊതുവിലും ജനക്ഷേമത്തിനുമൊക്കെ നൽകിയിട്ടുള്ള പദ്ധതികളെ, നേട്ടങ്ങളെ അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് കേരള പദയാത്ര കടന്നു പോകുന്നത്.